നമുക്ക് ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ദേവേനി മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ അടിയിലേക്ക് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, നയനമോള് പോവുകയാണ്, നയനമോളോടൊപ്പം ഞാനും പോവാന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോ മുത്തശ്ശി ചോദിച്ചു, നീ എന്തൊക്കെയാ ദേവേനി പറയണേ? അതെ അമ്മേ, എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല. കാരണം നയനമോൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നയനമോൾക്ക് ഒരു കൂട്ട് വേണ്ടേ? ഈ സമയത്ത് ആരെങ്കിലും കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, അതിനെന്താ, ഒരു ഹോം നേഴ്സിനെ നിർത്തിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അച്ഛാ, ഹോം നേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് പോയാൽ മതിയാവുള്ളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അല്ലെങ്കിലും നയന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. കുറെ പുരാണങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് നയന കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ശ്രീരാമനെ സീതയെ ഒക്കെ പറഞ്ഞുകൊണ്ട് ഭർത്താവ് എവിടെയുണ്ടോ അവിടെയാണ് ഭാര്യ കാണേണ്ടതെന്ന്. അങ്ങനെയാണെങ്കിൽ ഭർത്താവ് ഉള്ളിടത്തല്ലേ ഭാര്യ കണ്ടത്. ദേവേനി, നീ സ്വാർത്ഥയാന്ന് പറയാണ്. അത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു, ഇതെന്താ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്? ദേവേനി സ്വാർത്ഥയാന്ന് പറയാൻ കാരണം എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജയം വന്നിട്ട് പറഞ്ഞു, അച്ഛാ, അതിനകത്തൊരു തിരുത്തുണ്ടെന്ന് പറയണ. എന്താടാ? അല്ല, ഭർത്താവിനേക്കാളും കൂടുതലായിട്ട് ഇവിടെ മകനെ സ്നേഹിക്കുന്നുണ്ട് ദേവേനി. കാരണം ലോകത്തുള്ള ഒരുമാതിരിപ്പെട്ട അമ്മമാരല്ലാതെ ഭർത്താവിനേക്കാളും കൂടുതൽ സ്നേഹമായിരിക്കും അവർക്ക് മക്കളോട്. മക്കൾ എവിടെയുണ്ടോ അവിടെ നിൽക്കാനായിട്ട് അവർ കൂടുതലായിട്ട് ആഗ്രഹിക്കും എന്ന് പറയണം. അത് കേട്ടിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അത് വേറെ പലരുടെയും കാര്യം, പക്ഷെ ഈ വീട്ടിൽ അങ്ങനെയല്ലല്ലോ. ഈ വീട്ടില് ഞാൻ എവിടെയുണ്ടോ അവിടെ നിൽക്കാനായിട്ടാണ് നിന്റെ അമ്മ ആഗ്രഹിക്കുന്നത്, അല്ലാതെ മക്കൾ പടങ്ങിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് ആ പുറകെ പോകാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജയം പറഞ്ഞു, ശരിയായിരിക്കും അച്ഛാ, പക്ഷെ ദേവേന്റെ കാര്യത്തിൽ അറിയാലോ, ദേവേനെ ആദർശം അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ആദർശം ഈ വീട്ടിൽ നിന്ന് പോയിട്ട് പോലും ദേവേനെ ഇവിടെ പിടിച്ചു നിന്നത് നയനമോൾ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇനി നയനമോളും കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇവിടെ നിൽക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അവൾ പോയിക്കോട്ടെ അച്ഛാ, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു, ഇല്ല, ഞാൻ പോകുന്നില്ല. ചന്തമോളും നയനമോളോടൊപ്പം പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്താണെങ്കിലും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, ഇദ്ദേഹത്തിന് ഇത് എന്താ പറ്റിയെന്ന് ചോദിച്ചു. അതെ, ഞാൻ പറഞ്ഞല്ല ശരിയായിട്ടുള്ള കാര്യങ്ങളാ. ഈയിടെയായിട്ട് ഇദ്ദേഹം കുറച്ച് ശരികളൊക്കെ പറയുന്നുണ്ട്. എന്ത് പറഞ്ഞാലും ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായം എന്നൊരു വിചാരിക്കുക. എന്താ ഇങ്ങനെയൊക്കെ, ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ എന്ന് പറഞ്ഞു. അതെ, ഞാൻ പറയുന്നതൊക്കെ ശരികളാന്ന് എനിക്ക് 100% ബോധ്യമുണ്ട് വസുന്ധരെ. അത് ഇന്നല്ലെങ്കിൽ നാളെ നിനക്കൊക്കെ മനസ്സിലാവും എന്ന് പറഞ്ഞു. പക്ഷെ മുത്തശ്ശിക്കോ ജയനോ അതെന്താ എങ്ങനെയാ എന്നൊന്നും മനസ്സിലായതുമില്ല. പിന്നീട് ദേവേനെ നയനയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ആ സമയത്ത് നയന ദേവേനോട് പറഞ്ഞു, അമ്മേ, ഞാൻ ചന്തുമോളെ കൊണ്ടുപോകുന്നില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു, അല്ല, അത് പിന്നെ മോളെ വേണ്ട, അമ്മയ്ക്കൊരു കൂട്ടായിട്ട് ചന്തുമോൾ ഇവിടെ നിന്നോട്ടെ. ഞാൻ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ചന്തുമോൾ ഇവിടെ നിന്നോളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു, മോളെ, നിന്നെ കൊണ്ടേക്കാനായിട്ട് ഞാനും അച്ഛനും കൂടെ വരട്ടെ എന്ന് പറയാണ്. അത് കേട്ടപ്പം നയന പറഞ്ഞു, അത് വേണോ അമ്മേ, വരണം. ഞങ്ങൾക്ക് അവിടെ അങ്ങോട്ടേക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ആദർശ് പോയിട്ട് ഇതുവരെ ഞങ്ങൾ അങ്ങോട്ട് പോയത് പോലും ഇല്ലല്ലോ. അപ്പം മോളും കൂടെ അങ്ങോട്ടേക്ക് പോയല്ലേ, അവിടെ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് അറിയണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മോളെ അവിടെ കൊണ്ടേയാക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ദേവേനി പറഞ്ഞു, ഞാൻ എന്തായാലും മോളോടൊപ്പം വരുന്നില്ല, ഇത് ഞാൻ മോളുടെ മുത്തച്ഛനോട് പറഞ്ഞു കഴിഞ്ഞെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അത് ശരിയാ, അമ്മ ഞങ്ങളോടൊപ്പം വരണ്ടെന്ന് പറഞ്ഞു, വന്നാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. പിന്നീട് ദേവേനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ചന്തുമോളോട് നയന പറഞ്ഞു, ദേ, അമ്മ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും അമ്മ പറഞ്ഞോളെ തന്നെ അനുസരിക്കണം കേട്ടോ. പിന്നെ മുത്തശ്ശനെ നടുക്ക് കിടന്ന് വേണം ഉറങ്ങാനായിട്ട്, വഴക്കും കാര്യങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ ചന്തുമോളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചന്തുമോളെ മനസ്സിലാക്കുവാണ്. ചന്തുമോൾക്കും നല്ല വിഷമം ഉണ്ടായിരുന്നു നയന പോവുകയെന്ന് ഓർത്തിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവേനി നേരെ ജയന്റെ അടുത്തേക്ക് വന്നു. ജയന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ, ചന്തുമോളെ കൊണ്ടുവന്നിരുന്ന നയനമോള് പറഞ്ഞെന്ന് പറഞ്ഞു. അതെന്താ? അല്ല, എനിക്കൊരു കൂട്ടായിട്ട് ഇവിടെ നിൽക്കട്ടെ എന്ന്. ചേട്ടാ, നമുക്ക് രണ്ടുപേർക്കൂടെ നയനമോളെ അവിടെ കൊണ്ടേ ആക്കാൻ പോയാലോ, ആദർശിന്റെ അടുത്ത്. അത് കേട്ടപ്പോൾ ജയൻ പറഞ്ഞു, എനിക്കും അവനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അവൻ ഈ വീട്ടിൽ നിന്ന് പോയതിന് ശേഷം അവന്റെ അടുത്തേക്ക് ഞാൻ പോയിട്ടില്ലല്ലോ. അവന്റെ പ്ലാനും പദ്ധതികളൊക്കെ അറിയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ദേവേന്റെ പറഞ്ഞു, അതവൻ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ, അവനെ പോയി നിർബന്ധിച്ചാലോ ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. അത് വേണ്ട ദേവേനി, അവൻ വ്യക്തമായ പ്ലാനുകളോടെ ഇവിടുന്ന് പോയിരിക്കുന്നേ. അപ്പൊ അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. നമ്മൾ വിളിച്ചാലും അവൻ വരാൻ പോകുന്നില്ല, അവന്റെ സ്വഭാവം അറിയാലോ. ജൂനിയർ മൂർത്തിന്ന അവനെ കുറിച്ച് ആൾക്കാരൊക്കെ പറയുന്നത്. കാരണം അച്ഛന്റെ അതേ സ്വഭാവം തന്നെ കിട്ടിയിരിക്കുന്ന അവനാണ്. കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആയിരിക്കും. ഇപ്പൊ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം കാണാതെ അവൻ എന്തായാലും തിരികെ വരത്തില്ല.
മൂർത്തി ജ്വല്ലറി കരകയറ്റാതെ ഒരു കാരണവശാലും അവൻ ഈ വീടിന്റെ പടി ചവിട്ടത്തില്ല, അതെനിക്കറിയാം. അവൻ നല്ല വാശിയുള്ള കൂട്ടത്തില, അതുകൊണ്ട് അവനെ പിന്നെ നിർബന്ധിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു. എന്നാലും നയനമോളും ആദർശമോനും ഇവിടെ ഇല്ലാതെ അതൊന്നും വിഷമിക്കണ്ട, നിനക്കറിയാലോ. ഇപ്പൊ നയനമോൾ അങ്ങോട്ട് പോകുന്നത് തന്നെ നല്ലത്. നീയല്ലേ പറഞ്ഞത് ഇവിടെ അവള് നേരാമണ ആഹാരം പോലും കഴിക്കുന്നില്ല, ഉറങ്ങുന്നൊന്നുമില്ലെന്ന്. അങ്ങനെയാണ് പിന്നെ അവൾ ഇവിടെ നിൽക്കുന്നേക്കാളും നല്ലത് അങ്ങോട്ടേക്ക് പോകുന്നതല്ലേ. നിനക്കറിയാവുന്ന കാര്യമല്ല ദേവേനി, നീ പ്രഗ്നന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് 7-ാം മാസം നിന്നെ കൂട്ടിക്കൊണ്ടുപോയി. പക്ഷെ 2 ദിവസം നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നിന്നെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോന്നു. കാരണം നിന്നെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. പിന്നെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് നീ ഇവിടെ നിന്നാ പോയത്, അതൊക്കെ നിനക്ക് ഓർമ്മയില്ലേന്ന് ചോദിച്ചു. എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെയല്ലേ ആദർശനും നയനയ്ക്കും, അപ്പം നമ്മൾ അത്ര മാത്രം കരുതിയാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ദേവേനി പറഞ്ഞു, ശരി അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനി അങ്ങോട്ടേക്ക് പോയി. പിന്നീട് നയന നേരെ നബിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. നബിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നബിയേച്ചി ഞാൻ ഇന്ന് ആദർശന്റെ അരിയിലേക്ക് പോവാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നബി പറഞ്ഞു, എനിക്ക് ഇപ്പൊ സങ്കടമല്ല തോന്നുന്നേ, എന്താന്ന് പറയാ നിന്നോട് ദേഷ്യമാണ് തോന്നുന്നേ. അയാളെ പോലെ ഉള്ള ഒരുത്തന്റെ അടുത്തേക്ക് പോകേണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക്, ഇവിടെ കഴിഞ്ഞാ പോരെ. ഇത് കേട്ടതും നയന പറഞ്ഞു, അതെ ഭർത്താവ് എവിടെയുണ്ടോ അവിടെയാണ് ഭാര്യ നിൽക്കേണ്ടത്. എന്റെ നയനെ നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോന്ന് ചോദിച്ചു. നിനക്ക് ഇവിടെ നിന്ന് മര്യാദയ്ക്ക് ജീവിക്കാലോ, അതിന് അയാളുടെ അടുത്തേക്ക് പോകേണ്ട കാര്യമുണ്ടോ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ കമ്പനിയിലെ നല്ലൊരു ഡിസൈനറാണ്, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്താൽ മതി. അത്യാവശ്യം ജീവിക്കാനുള്ള വകയുടെ ഉണ്ടല്ലോ, വീട്ടിലേക്ക് ചെന്ന് വീട്ടിലേക്ക് നിൽക്കുക, വീട്ടിൽ ചെന്നാളും നിൽക്കുക, അത് ഇതിനേക്കാൾ നല്ല അന്തസ്സ. അല്ലാതെ അയാളുടെ പിന്നാലെ പോകേണ്ട കാര്യമുണ്ടോ? ഇത് കേട്ടതും നയന പറഞ്ഞു, അതെ ചേച്ചിക്ക് അറിയില്ല എന്ന് പറയണ. എന്തറിയത്തില്ലെന്ന് നീ കുറെ കാലമല്ലോ പറയണത്. ഇത് കേട്ടപ്പം നയന പറഞ്ഞു, അത് ഞാൻ പോകാൻ തുടങ്ങുന്ന ഈ സന്ദർഭത്തിൽ ഞാൻ കൂടുതലൊന്നും ചേച്ചിയോട് പറയുന്നില്ല. ചേച്ചിയുടെ ജീവിതം കൂടെ തകർത്തിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അല്ല നീ ഇതിനു മുമ്പ് ഇതൊക്കെ തന്നെയാണല്ലോ പറഞ്ഞേ, എന്താ കാര്യം എന്ന് വെച്ചാൽ തുറന്നു പറ, എന്താ പ്രശ്നം എന്ന് പറ. അപ്പോഴേക്കും നയനോട് തൽക്കാലത്തേക്ക് ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നബി പറഞ്ഞു, ഇനിയിപ്പം നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. ഇപ്പം ഞാനേ പരസ്യ മോഡൽ അറിയാലോ, അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള സാമ്പത്തികവും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അത്യാവശ്യം തുക ബാങ്കിലും ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ആരൊക്കില്ലേലും എനിക്ക് സ്വന്തമായിട്ട് ജീവിക്കാവുന്നൊരു ആത്മവിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ ഒരു ഡിസൈനർ ആയിരുന്നല്ലോ മൂർത്തി ജ്വല്ലറിയിൽ, നിനക്കാണെങ്കിലും നല്ലൊരു തൊഴിൽ അറിയുകയും ചെയ്യാം. നീ ഒരു കാര്യം ചെയ്യുക, ആ AN ജ്വല്ലറിയിലേക്ക് വാ, അവിടെ മെയിൻ ഡിസൈനർ ആകുക, ഇഷ്ടം പോലെ പൈസയും കൈ കിട്ടും, നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യാം. ഇയാളുടെ പിന്നാലെ പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന പറഞ്ഞു, അതെ നമുക്ക് ജീവിക്കാൻ പൈസ മാത്രം പോരല്ലോ, കുറെ പൈസ കയ്യിലുണ്ടായിട്ട് എന്താ നവേച്ചി കാര്യം, പിന്നെ നമ്മുടെ കൂടെ നിൽക്കാനായിട്ടും ആൾക്കാർ വേണ്ടേ, നമ്മുടെ കൂടെപ്പിറപ്പോഴും നമ്മളോടൊപ്പം വേണ്ടേ. ഞാനത് ആഗ്രഹിക്കുന്നേ, പൈസയ്ക്കൊക്കെ ഞാൻ അതിന് ശേഷം മാത്രമേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആദർശേൻ്റെ അടുത്ത് പോയേ മതിയാവുള്ളൂ. അവളും അവളുടെ ഒരു ആദർശേണ്ടും എപ്പോഴും നിനക്കിത് മാത്രമേ പറയാനുള്ളൂ നയനെ. നീ വലിയ നന്മമരം കളിക്കാതെ മര്യാദയ്ക്ക് ഇവിടെ നിൽക്കുവാണെങ്കിൽ നിനക്ക് കൊള്ളാം. അല്ലാതെ അങ്ങേരുടെ ഒപ്പം പോയിട്ടുണ്ടെങ്കിൽ അങ്ങേരെ എന്തിനാ ഇവിടം വിട്ടു പോയെന്ന് ആർക്കറിയാം. മിക്കവാറും അവിടെ പോയി സൂഹിക്കാനായിട്ട് പോയതായിരിക്കും. എന്നിട്ട് നീ അയാളുടെ പിന്നാലെ പോന്നു, കഷ്ടം തന്നെയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നയന പറഞ്ഞു, ചേച്ചി എന്ത് വെള്ളം പറഞ്ഞു, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ആദർശേട്ടനോടൊപ്പം ഉള്ളൊരു ജീവിതം, അതുകൊണ്ട് ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നയന അങ്ങോട്ടേക്ക് പോയി. നബിക്കാണ് ഒട്ടും അങ്ങ് സഹിക്കുന്നുണ്ടായിരുന്നില്ല നയന പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട്. കുറച്ച് കഴിഞ്ഞപ്പം നയന നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. എന്നിട്ട് മുത്തശ്ശിയുടെ കേട്ട് പറഞ്ഞു, മുത്തശ്ശി ഞാൻ ഇറങ്ങുവാന്ന് പറയാണ്. അത് കേട്ടപ്പോൾ മുത്തശ്ശി നയനയെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. അപ്പോഴേക്കും നയന പറഞ്ഞു, ഞാൻ ചന്തുമോളെ കൊണ്ടുപോകുന്നില്ലെന്ന് പറയാണ്. ചന്തുമോളെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അമ്മ ഇവിടെ ഒറ്റയ്ക്കായി പോകത്തില്ലേ, അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടത് കഴിഞ്ഞപ്പത്തിന് മുത്തശ്ശൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും, ഇവിടെ എന്താ വേറെ ആൾക്കാരൊന്നും ഇല്ലേന്ന് ചോദിച്ചു. ആ സമയം മുത്തശ്ശി പറഞ്ഞു, എന്താ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയണത്, കാരണം ഇപ്പം ദേവേനയുടെ ആത്മാവെന്ന് പറഞ്ഞ ഇവരൊക്കെയാണ്, ചന്തുമോളും നയനെ ആദർശിക്കാണ്. അവർ ഈ വീട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ദേവേനയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. മോളുടെ മുത്തശ്ശന് ഇത് എന്തു പറ്റിയെന്ന് അറിയത്തില്ല, മറ്റുള്ളവരെ വേദനിപ്പിക്കാനായിട്ട് ഇപ്പൊ ഭയങ്കര തിടുക്കുവാന്ന് തോന്നുന്നു. നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, എല്ലാവരെയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച ആളാ. പക്ഷെങ്കിൽ പെട്ടെന്നാണ് ഈ മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇതിന് പിന്നിൽ എന്താന്ന് പോലും എനിക്ക് അറിയത്തില്ല, ഇങ്ങനത്തെ ഈ സ്വഭാവമരത്തിന് കാരണം എന്താന്ന്. അപ്പോഴേക്കും നയന പറഞ്ഞു, അതെ മുത്തശ്ശനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല മുത്തശ്ശി, ആദർശേട്ടൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദർശേട്ടൻ കമ്പനി സ്ഥാനം രാജിവെച്ചത്. അത് മാത്രമല്ല ഈ വീട് വിട്ടിറങ്ങാൻ കാരണം മുത്തശ്ശനല്ല, മുത്തശ്ശൻ പറഞ്ഞിട്ടില്ല ഇവിടുന്ന് പോയിക്കൊള്ളാനായിട്ട്, അത് ആദർശേട്ടൻ സ്വന്തമായിട്ട് എടുത്ത് തീരുമാനമാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, എന്നും പറഞ്ഞുകൊണ്ട് കമ്പനിയിൽ ഒരു തകർച്ച ഉണ്ടായെന്നും പറഞ്ഞുകൊണ്ട് വീട് വിട്ട് പോകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോകാൻ തീരുമാനിച്ചു കഴിയുമ്പോൾ തടയുണ്ടായിരുന്നോ, അതുപോലും മോളുടെ മുത്തശ്ശൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. നയന പറഞ്ഞു, സാരമല്ല മുത്തശ്ശി പോട്ടെ,
ഇനിയിപ്പം മുത്തച്ഛനെ കുറ്റപ്പെടുത്തണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോകുന്നതിന് ഉത്തരവാദി മുത്തച്ഛനല്ല, ഞാൻ എൻ്റെ സ്വയം ഇഷ്ടപ്രകാരം പോകുന്നതാന്ന് പറഞ്ഞു. അങ്ങനെ മുത്തച്ഛൻ്റെ കാല് തൊട്ട് അനുഗ്രഹം മേടിക്കുകയാണ്. അതുപോലെ തന്നെ മുത്തശ്ശിയുടെ ഇറങ്ങുവാന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. മുത്തശ്ശി കരഞ്ഞു. പക്ഷെ മൂർത്തി മുത്തശ്ശന് ഒരു കുലുക്കവും ഇല്ല. മുത്തശ്ശൻ ഇങ്ങനെ അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. പിന്നീട് ദേവേനി അവന്തിയൊക്കെ സംസാരിക്കണ സമയത്ത് ദേവേനോട് അവന്തി പറഞ്ഞു, അല്ല ഇതെന്തു പറ്റിയത്? ഈ നയനടുത്തേക്കും ഇത് എന്ത് പറ്റി? നയനടുത്ത് എന്തിനാ വീട് വിട്ടു പോകേണ്ട വല്ല കാര്യമുണ്ടോ? ആദ്യം ആദർശേട്ടൻ പോയി, ഇപ്പൊ നയനടുത്തി പോന്നു. അപ്പോഴേക്കും അജയൻ പറഞ്ഞു, അതെനിക്കും മനസ്സിലാകത്തെ. ആദർശം എന്ന് പറഞ്ഞ ജീവനായിരുന്നു അച്ഛൻ ആദ്യം മുതലേ. ആദർശന് നല്ല കഴിവും പ്രാപ്തിയുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ആദർശനെ കമ്പനി കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചത്. എന്നിട്ട് അവനും വീട് വിട്ടുപോയി. ആ സമയം ദേവേന് പറഞ്ഞു, അല്ല നിങ്ങളിപ്പോ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ ആദർശനെ കുറിച്ച്, എന്നിട്ട് ആദർശ് വീട് വിട്ടുപോയപ്പോ നിങ്ങൾ എന്താ ഒന്നും പറയാതിരുന്നേ? അവനോട് പോവണ്ടെന്ന് പോലും പറഞ്ഞില്ലല്ലോ. ആ സമയം അജയൻ പറഞ്ഞു, ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനനുസരിക്കും തോന്നുന്നുണ്ട് ഏട്ടത്തിക്ക്. ഒരു കാരണവശാലില്ല, അവൻ്റെതായ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാക്കി മുത്തശ്ശി അബിയും ജലജയും ചന്ദമോളും എല്ലാവരും കൂടെ അങ്ങോട്ട് വരുവാണ്. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും നയനയും കൂടെ അങ്ങോട്ട് വന്നു. നയന വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ ഇറങ്ങുവാന്ന് പറഞ്ഞു. പിന്നീട് ചന്ദമോളെ അരിയിലേക്ക് വിളിച്ചു. ചന്ദമോളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ അമ്മ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഒരു വഴക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. മുത്തശ്ശി പറയുന്ന കേട്ട് സന്തോഷമായിട്ട് ഇവിടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞു, മോളെ നിനക്ക് പോണോന്ന് ചോദിച്ചു. പോണം മുത്തശ്ശി, പോകാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം. അതേ സമയത്താണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. നവ്യ നയനെ നോക്കി. അപ്പോഴേക്കും നയന പറഞ്ഞു, നവ്യേച്ചി ഞാൻ ഇറങ്ങുവാന്ന് പറയണം. നവ്യയുടെ മുഖത്ത് പ്രത്യേകിച്ച് പ്രകടനമൊന്നും കണ്ടില്ല. പക്ഷെങ്കിൽ ആ സമയം ജലജ പറഞ്ഞു, മോളെ നീ ഇവിടെ നിന്ന് ഇറങ്ങിയാലും ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, സമയങ്ങളിൽ ആഹാരമൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, നിർത്തടി നിന്റെ ഒരു അഭിനയം. ഉള്ളിൽ അവള് ചിരിക്കുക നയനമോള് പോകുന്നതിന്റെ, എന്നിട്ട് പുറമെ ഇങ്ങനെയൊക്കെ പറയണേ. ജലജ പറഞ്ഞു, ഞാൻ പറഞ്ഞാണ് ഇപ്പൊ തെറ്റായി പോയത്. അല്ലെങ്കിലും നയനെ ആദർശി വീട് വിട്ടു പോകണമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിച്ചിട്ടില്ല. ആദർശ് നല്ല തലയെടുപ്പോട് കൂടി ഇങ്ങോട്ട് കയറി വരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് കേട്ടപ്പോൾ ദേവയാനി ജലജ ഒന്ന് നോക്കുവാണ്. ആ സമയത്ത് ജലജ മനസ്സിൽ കരുതി, ദൈവമേ അങ്ങനെയൊന്നും സംഭവിക്കരുത്, ഞാൻ വെറുതെ പറയുന്ന കേട്ടോ, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കരുതെന്ന്. പിന്നീട് നയന നേരെ പൂജാമുറിയിലേക്ക് ചെല്ലുവാണ്. പൂജാമുറിയിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കുവാണ്, ഭഗവാനെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുക, എനിക്കും ആദർശേട്ടൻ നല്ല തലയെടുപ്പോട് കൂടിയിട്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ഭഗവാനെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.